Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് ഹിസ്റ്ററിയുടെ 2025 ജാനുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ്, ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ തുടരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 51ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്, അതായത് ഒരു കോട്ടാണത്. അത് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റോറിയൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു കോട്ട് ഞാൻ വായിക്കാം. To discover how rumors and misconceptions gain credence, the historian must examine the collective consciousness, assumptions and perceptions of the people. അതായത് ഞാനൊന്ന് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റൂമേഴ്സും അതുപോലെ തന്നെ മിസ്കൺസെപ്ഷൻസും അതിൽ നിന്നൊക്കെ എങ്ങനെ വിശ്വാസ്യത നേടും എന്ന് കണ്ടെത്തുന്നതിന് ഒരു ഹിസ്റ്റോറിയൻ മസ്റ്റ് എക്സാമിൻ കളക്റ്റീവ് കോൺഷ്യസ്നെസ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് മസ്റ്റ് ആയിട്ടും എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? അസംഷൻസ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അസംഷൻസും പെർസെപ്ഷൻസും ഒക്കെ ഇങ്ങനെ എക്സാമിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാർക്ക് ബ്ലോക്ക്, ലൂസിയൻ ഫെബ്വർ, R.J. കോളിംഗ്വുഡ്, ഗിയാം ബട്ടിസ്റ്റ വീക്കോ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ, മാർക്ക് ബ്ലോക്ക് ആണ്. മാർക്ക് ബ്ലോക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണ്. 1886 ടു 1944 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. ഇദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അനാൽ സ്കൂളിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. ഇദ്ദേഹവും ലൂസിയൻ ഫെബ്വറും ചേർന്നാണ് അനാൽ എന്ന് പറയുന്ന ഒരു ജേണൽ, അനാൽ ദേ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ജേണൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അനാൽസ് ദേ ഹിസ്റ്ററീസ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ, അതാണ് ആ ഒരു ജേണലിന്റെ പേര്. 1929 ജേണൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള ഇൻസ്പിറേഷനിലാണ് അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. മാർക്ക് ബ്ലോക്ക്, ലൂസിയൻ ഫെബ്വർ, അതുപോലെ ഫെർണാൻഡ് ബ്രോദേൽ, അങ്ങനെ കുറച്ചധികം പേര് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിസ്റ്റോറിയൻസിനോട് വൈ എന്ന് ചോദിച്ചിട്ടുള്ള, അതായത് വൈ തിങ്സ് ഹാപ്പൻഡ്, എങ്ങനെ എന്ത് എവിടെ സംഭവിച്ചു എന്നുള്ളതിലുപരി വൈ, എന്തിന് അത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് ഹിസ്റ്റോറിയൻസിനോട് മാർക്ക് ബ്ലോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഇദ്ദേഹം ഒരു കമ്പാരിറ്റീവ് അതുപോലെ തന്നെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ് അത്തരത്തിലാണ് ഹിസ്റ്ററിനെ ഇദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ ലാ ലോങ് ഡ്യൂറേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് ടേം ആണ്. ലോങ് ടേം എന്നാണ് അതിന്റെ മീനിങ്. ലാ ലോങ് ഡ്യൂറേ എന്നാണ് അതിനെ പറയാം. ഓക്കെ, ഫെർണാൻഡ് ബ്രോദേലാണ് ഇത് കൂടുതലും എംഫസൈസ് ചെയ്തത്. എന്നാലും മാർക്ക് ബ്ലോക്കും ഇതിനും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ലാ ലോങ് ഡ്യൂറേ എന്ന് പറയുന്ന ഈ ഒരു ടേം അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അനാൽ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആൻസർ ശരിയാക്കണേ. ലാ ലോങ് ഡ്യൂറേ എന്ന് പറയുന്നത് അത് മാർക്ക് ബ്ലോക്കും അത് മെയിൻലി അനാൽ സ്കൂൾ ഹിസ്റ്റോറിയൻസ് ഒക്കെ തന്നെ അത് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ടും അത് പോപ്പുലറൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ഫെർണാൻഡ് ബ്രോദേലിന്റെ പേരാണ് along with the mark block. Okay, the historian's craft അതുപോലെ ഫ്യൂഡൽ സൊസൈറ്റി, ഇത് രണ്ടുമാണ് മാർക്ക് ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട 2 വർക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 52ാമത്തെ ചോദ്യം, which of the following is not a work of Michel Foucault? താഴെ തന്നിട്ടുള്ളവരിൽ മിഷേൽ ഫൂക്കോന്റെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, എ ഹിസ്റ്ററി ഓഫ് insanity in the age of reason. അടുത്തത് ദ ബർത്ത് ഓഫ് ക്ലിനിക് ആൻഡ് ആർക്കിയോളജി ഓഫ് മെഡിക്കൽ പെർസെപ്ഷൻ. അടുത്തത് ദ ബെഗർ ആൻഡ് ദ പ്രൊഫസർ, എ 16th century ഫാമിലി ഡ്രാമ. അടുത്തത് ദ ഓർഡർ ഓഫ് തിങ്സ് ആൻഡ് ആർക്കിയോളജി ഓഫ് ദ ഹ്യൂമൻ സയൻസ്. 4 ബുക്സിന്റെ പേര് നൽകിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മിഷേൽ ഫൂക്കോന്റെ വർക്ക് അല്ലാത്തതുണ്ട്. അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ ബെഗർ ആൻഡ് ദ പ്രൊഫസർ, എ 16th century ഫാമിലി ഡ്രാമ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഇമാനുവൽ ലെ റോയ് ലെദൂരിയുടെ വർക്കാണ്.
അനാൽ സ്കൂളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് ഇമ്മാനുവൽ ലെ റോ ലദോരി. അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ദ ബെഗർ ആൻഡ് ദ പ്രൊഫസർ, എ 16th സെഞ്ചുറി ഫാമിലി ഡ്രാമ. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയനും കൂടെയാണ്. അപ്പൊ അനാൽ സ്കൂളിലത്തെ ഹിസ്റ്റോറിയൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അദ്ദേഹം ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണ് എന്നുള്ളത്. മിഷേൽ ഫൂക്കോ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പോൾ മിഷേൽ ഫൂക്കോ എന്നാണ്. 1926 ഫ്രാൻസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു ഫ്രഞ്ച് ഫിലോസഫറും അതുപോലെ ഹിസ്റ്റോറിയൻ, സോഷ്യൽ തിയറിസ്റ്റ്, ഇത്തരത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു 20th സെഞ്ചുറിയിൽ ഇത്തരത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മിഷേൽ ഫൂക്കോ. അദ്ദേഹത്തിന്റെ വർക്ക്സിലെ കോർ തീംസ് എന്ന് പറയുന്നത് 1 പവർ ആൻഡ് നോളജ്, 2 ഡിസിപ്ലിൻ ആൻഡ് സർവൈലൻസ്, 3 ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്, 4 ഡിസ്കോഴ്സ്. ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ. 1961 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. 1963 വർക്കാണ് ദ ബർത്ത് ഓഫ് ദ ക്ലിനിക് എന്നുള്ള വർക്ക്. മോഡേൺ മെഡിസിന്റെ എമർജൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. 1975 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ്. അടുത്തത് ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. 3 വോളിയംസ് ആണ് ഉള്ളത്, വോളിയം 1, 2 and 3. 1976, 1984 ഈ കാലഘട്ടത്തിന്റെ ഇടയിലാണ് ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്നുള്ള ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർക്കിൽ എത്രത്തോളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടും സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഈ ഒരു സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്ഷുവാലിറ്റിനെ, അതൊക്കെയാണ് ഈ ഒരു ബുക്കിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് 1966 വർക്കാണ് ദ ഓർഡർ ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. നോളജ് സിസ്റ്റം എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ് സ്റ്റഡിയാണ് ദ ഓർഡർ ഓഫ് തിങ്സ് എന്ന് പറയുന്ന വർക്ക്. 53ാമത്തെ ചോദ്യം, ഓർഡർ ഓഫ് കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടാകുന്നത് എങ്ങനെ? ഓൺ ജെൻഡർ റിലേഷൻസ് ഇൻ കേരള. അപ്പോൾ ജെൻഡർ റിലേഷൻസ് ഇൻ കേരള എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടാകുന്നത് എങ്ങനെ എന്ന വർക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ്: KM ഷീഭ, J ദേവിക, G അരുണിമ, LRS ലക്ഷ്മി എന്നിങ്ങനെയാണ്. ആൻസർ നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് J ദേവികയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് J ദേവികയാണ്. J ദേവികയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജെൻഡർ റിലേഷനെ കുറിച്ചിട്ടും മോഡേണിറ്റിയെ കുറിച്ചിട്ടും ഒക്കെ എക്സസീവ് വർക്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ഫെമിനിസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രോമിനന്റ് ഹിസ്റ്റോറിയനും ആയിരുന്നു. ഒരു ഫെമിനിസ്റ്റ് സ്കോളറും പ്രോമിനന്റ് ഹിസ്റ്റോറിയനുമാണ് J ദേവിക. കേരള സൊസൈറ്റിയിൽ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ജെൻഡർ റോൾസ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ള ആ ഒരു വർക്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സൊസൈറ്റിയിൽ സ്ത്രീക്ക് എങ്ങനെയാണ് ജെൻഡർ റോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ എന്നുള്ള തരത്തിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, 54ാമത്തെ ചോദ്യം, ദ തിയറി ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ വാസ് പുട്ട് ഫോർവേഡ് ബൈ ഹൂം. ആരാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആന്റോണിയോ ഗ്രാംഷി, സ്റ്റുവർട്ട് ഹാൾ, പിയറി ബോർഡിയോ, സാമുവൽ ഹണ്ടിങ്ടൺ എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ സി, പിയറി ബോർഡിയോ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇത് ഓർക്കുന്നില്ലേ? ക്ലാസ് കേട്ടവർക്ക് ഓർമ്മയിലുണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഒരു PVQ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, പിയറി ബോർഡിയോ ആണ്. പിയറി ബോർഡിയോ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റും അതുപോലെ ഒരു ഫിലോസഫറും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1930 to 2002 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. പവർ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നതിനെ സംബന്ധിച്ചുള്ള വർക്കില് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിയറി ബോർഡിയോ. പവർ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ആ ഒരു ഹെഡിങ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് മേജർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. പവർ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിയറി ബോർഡിയോ ആണ്. കൾച്ചറൽ ക്യാപിറ്റൽ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മൊബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന നോൺ
എക്കണോമിക് അസറ്റ്സിനെയാണ്, നോൺ എക്കണോമിക് അസറ്റ്സിനെയാണ് ഇദ്ദേഹം ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ, ഇന്റലക്ട്, അതുപോലെ സ്റ്റൈൽ ഓഫ് സ്പീച്ച്, ഡ്രസ്, ഫിസിക്കൽ അപ്പിയറൻസ്, അതൊക്കെയാണ് ഈ പറയുന്ന നോൺ എക്കണോമിക് അസറ്റ്സ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55ാമത്തെ ചോദ്യമാണ്. ദ ടേം ഹിസ്റ്റോറിയോഫോർട്ടി ടു റെഫർ ടു ദ ഡെപ്പിക്ഷൻ ഓഫ് ഹിസ്റ്ററി ത്രൂ ഫോട്ടോഗ്രാഫി വാസ് കോയിൻഡ് ബൈ. അപ്പൊ ഈ ഒരു ടേം ഹിസ്റ്റോറിയോഫോർട്ടി എന്ന് പറയുന്ന ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഇതോടുകൂടി തന്നെ പഠിക്കുക. ടു ഡെപ്പിക്ട് ദ ഹിസ്റ്ററി ത്രൂ ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫി ത്രൂ ഉള്ള ഹിസ്റ്ററിയുടെ ഡെപ്പിക്ഷൻ, അതിനെയാണ് ഹിസ്റ്റോറിയോഫോർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് ചോദ്യം. എറിക് ഫോണർ, ഹെയ്ഡൻ വൈറ്റ്, റിച്ചാർഡ് ജെ ഇവാൻസ്, സൈമൺ സ്കാമ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ഹെയ്ഡൻ വൈറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് ഹെയ്ഡൻ വൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പീരീഡ് 1928 മുതൽ 2018 വരെയാണ്. ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയനും ലിറ്റററി തിയറിസ്റ്റുമായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹെയ്ഡൻ വൈറ്റ്. അദ്ദേഹത്തിന്റെ മേജർ ഏരിയ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ആ ഒരു ഏരിയയിലാണ്. ഹിസ്റ്ററി എങ്ങനെ എഴുതപ്പെടുന്നു, അതുപോലെ എങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു ട്രഡീഷണൽ വ്യൂ ഉണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള ഒരു ട്രഡീഷണൽ വ്യൂ, അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് പുതിയ ഒരു അപ്രോച്ച് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻസ് പറയുമ്പോൾ ഒന്ന് മെറ്റാ ഹിസ്റ്ററി ആണ്. 1973 ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്നത്, മെറ്റാ ഹിസ്റ്ററി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് വർക്കാണ് മെറ്റാ ഹിസ്റ്ററി എന്നുള്ളത്. ഈ ഒരു വർക്കിന്റെ ഫുൾ നെയിം വരുന്നത് മെറ്റാ ഹിസ്റ്ററി, ദ ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷൻ ഇൻ ദ 19th സെഞ്ചുറി യൂറോപ്പ് എന്നുള്ളതാണ്. ഇയർ ഞാൻ നേരത്തെ പറഞ്ഞു 1973, 1973. ഈ ഒരു വർക്കിൽ അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്യുവർലി ഒബ്ജക്റ്റീവ് അല്ല എന്നാണ്. ഇതില് ലിറ്റററി ആസ്പെക്റ്റുകൾ ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ലിറ്റററി സ്ട്രക്ചേഴ്സ് ഇതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റററി സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾസും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് നറേറ്റീവ് മോഡ്സ് ആണ്. അതായത് ഇപ്പോ റൊമാൻസ്, ട്രാജഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ നറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരു കൈൻഡ് ഓഫ് ലിറ്റററി സ്ട്രക്ചർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ലൈക്ക് മെറ്റഫർ എന്നുള്ള ഒരു മെറ്റഫർ പോലെയൊക്കെ അതിൽ ഹിസ്റ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ ഐഡിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ്, ലിബറൽ ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മൾ അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഐഡിയോളജിക്കൽ ഇംപ്ലിക്കേഷനിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദെൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഹിസ്റ്റോറിയോഫോർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ഒരു ടേം അദ്ദേഹം കോയിൻ ചെയ്യുന്നത് 1988 ഒരു എസ്സേയിലാണ്. വിഷ്വൽ മീഡിയയിലൂടെ ഹിസ്റ്റോറിയോഗ്രാഫി റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഐഡിയനെയാണ് ഹിസ്റ്റോറിയോഫോർട്ടി എന്നുള്ള ഒരു ടേം കൊണ്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫിലിം, ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു എക്സ്പ്ലനേഷൻ. നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56ാമത്തെ ചോദ്യം മിഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഹിസ്റ്റോറിയൻ ഓഫ് മിഡീവൽ ഇന്ത്യ ഹു ബിക്കെയിം ദ പ്രിൻസിപ്പൽ ഓഫ് നസ്രിയ മദ്രസ ഫൗണ്ടഡ് ബൈ സുൽത്താൻ ഇൽതുമിഷ് അറ്റ് ഡൽഹി. അപ്പോൾ ഡൽഹിയിലെ ഇൽതുമിഷ് സുൽത്താൻ ഫൗണ്ട് ചെയ്തിട്ടുള്ള നസ്രിയ മദ്രസയിലെ പ്രിൻസിപ്പൾ ആയി മാറിയിട്ടുണ്ടായിരുന്ന ഒരു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹസൻ നിസാമി, സിയാവുദ്ദീൻ ബറാനി, ഷംസി സിറാജ് അഫീഫ്, മിൻഹാജ് ഉസ് സിറാജ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മിൻഹാജ് ഉസ് സിറാജ് അല്ലെങ്കിൽ മിൻഹാജ് സിറാജ് ജൂസ്ജാനി എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ തബാക്കത്തി നസ്രയൊക്കെ ഇദ്ദേഹത്തിന്റെ വർക്കാണ്. ദെൻ നമ്മൾ ഒരു ഹിസ്റ്റോറിയനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാനെപ്പോഴും പറയുന്നതാണിത്, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മറ്റെന്തെങ്കിലും പേര് ഉണ്ടെങ്കിൽ ആ പേര്, അതല്ല ആൾ അറിയപ്പെടുന്ന വേറെ ഏതെങ്കിലും പേരുകൾ ഉണ്ടായിരിക്കില്ല അത്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ടൈറ്റിലുകൾ എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതായത് അദ്ദേഹത്തിനെ ഇങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യുമല്ലോ ഇന്ന ടൈറ്റിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ
അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്പെഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുറെ ആട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അത് പിന്നെ അദ്ദേഹത്തിന്റെ പീരീഡ്, ആ വ്യക്തി ഉണ്ടായിരുന്ന കോർട്ട് ആരുടെ കോർട്ടിലാണ് എന്നുള്ള കാര്യം, പിന്നെ മറ്റേ സ്പെഷ്യലായിട്ട് അതായത് അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചും മാത്രമല്ല ഇത്തരത്തിലുള്ള ലിങ്കിങ് ആയിട്ട്, അതായത് ഇപ്പൊ ഇതിൽ ചോദിച്ചിട്ടില്ല കണ്ടോ, ഇൽത്തുമിഷ് സുൽത്താൻ സ്ഥാപിച്ചിട്ടുള്ള ഈ മദ്രസയിലെ പ്രിൻസിപ്പളായി മാറിയിട്ടുണ്ടായിരുന്ന ഹിസ്റ്റോറിയൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കണക്ഷൻ കണ്ടില്ലേ. അപ്പൊ ഇത്തരത്തിലും കൂടി നമ്മളുടെ പഠനം ഈ ഒരു ലെവലിലേക്കും കൂടി ഉയർത്തണം. ഇതൊക്കെ ഒരു നെറ്റ് ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. പാറ്റേൺ കുറേശ്ശെ മാറി വരുന്നുണ്ട് സെറ്റ് എക്സാമിനേഷന്റെ. മുന്നേയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിനാണ് ചോദിക്കാറുള്ളത്. ഇപ്പൊ നെറ്റിന്റെയും പാറ്റേൺ മാറി വരുന്നുണ്ട്, സെറ്റിന്റെയും നന്നായി മാറിയിട്ടുണ്ട്. അതിന്റെ ഡിഫിക്കൽട്ടി ലെവലും നന്നായി തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിൻഹാജ് സിറാജ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മിൻഹാജ് ഉസ് സിറാജ് ഇദ്ദേഹം ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആണ് മിൻഹാജ് ഉസ് സിറാജ്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ വർക്ക് ആയിട്ടുള്ളത് തബാഖത്ത് നസ്രി ആണ്. ഈ ഒരു വർക്കില് ഈ പർട്ടിക്കുലർ പീരീഡിൽ, അതായത് ഇദ്ദേഹം ഉണ്ടായിരുന്ന ഈ ഒരു മുസ്ലിം ഇറ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പീരീഡില് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് മെയിൻ തീമായിട്ട് വരുന്നത്. തബാഖത്ത് നസ്രിയിൽ വരുന്ന തീം. തബാഖത്ത് നസ്രി ആരുടെ വർക്കാണ്? മിൻഹാജ് സിറാജിന്റെ വർക്കാണ്. അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റില് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആണ് കേട്ടോ. ഇദ്ദേഹത്തിന് നസ്രിയ മദ്രസയുടെ പ്രിൻസിപ്പൾ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. 1246 ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ആരുടെ കാലഘട്ടത്തിലായിരുന്നു? സുൽത്താൻ നസ്രുദ്ദീൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. നമ്മള് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സുൽത്താൻ ഇൽത്തുമിഷിന്റെ പേരാണ്. അത് പക്ഷേ ഇൽത്തുമിഷ് അപ്പോയിന്റ് ചെയ്തു എന്നല്ല ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതിൽ പറയുന്നത് നസ്രിയ മദ്രസ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഇൽത്തുമിഷ് ആണെന്നാണ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആകരുത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. സുൽത്താൻ ഇൽത്തുമിഷ് പണി കഴിപ്പിച്ചിട്ടുള്ള നസ്രിയ മദ്രസയിലെ ഇദ്ദേഹത്തിനെ മിൻഹാജ് സിറാജിനെ പ്രിൻസിപ്പൾ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആര് അപ്പോയിന്റ് ചെയ്യുന്നു? സുൽത്താൻ ഇൽത്തുമിഷിന്റെ മകനായിട്ടുള്ള സുൽത്താൻ നസ്രുദ്ദീൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞു ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആണ് ഇദ്ദേഹം എന്നുള്ളത്. ദെൻ ഇദ്ദേഹത്തിന്റെ വർക്കുകള് സ്ലേവ് ഡൈനാസ്റ്റി, ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടാണ് മെയിൻലി പറയുന്നത് എങ്കിൽ കൂടി എംഫസൈസ് ചെയ്യുന്നത്, അദ്ദേഹം കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് സ്ലേവ് ഡൈനാസ്റ്റിനെ കുറിച്ചിട്ട്. നമുക്ക് സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വർക്ക്സ് തന്നെ ധാരാളമാണെന്നാണ് പറയുന്നത്. 57ാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് റെസ്പോൺസിബിൾ ഫോർ കമ്പൈലിംഗ് ദ വോള്യൂംസ് ഓഫ് ദ ഇംപീരിയൽ ഗസറ്റീർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഇംപീരിയൽ ഗസറ്റീർ കമ്പൈൽ ചെയ്ത് അത് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജെയിംസ് മിൽ, HT കോൾബ്രൂക്ക്, അലക്സാണ്ടർ കണ്ണിങ്ഹാം, വില്യം വിൽസൺ ഹണ്ടർ, W ഹണ്ടർ എന്നിങ്ങനെ 4 എണ്ണമാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത്. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി വില്യം വിൽസൺ ഹണ്ടർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇംപീരിയൽ ഗസറ്റീർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജോഗ്രഫി, ഹിസ്റ്ററി, കൾച്ചർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കേട്ടോ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൾച്ചർ, ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേഷൻ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ നൽകുന്ന ഒന്നാണ് ദ ഇംപീരിയൽ ഗസറ്റീർസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന കോളനിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ അക്കാദമിക് സെക്ഷനിൽ നിന്നും, ഈ 2 സെക്ഷനിൽ നിന്നും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വർക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മെയിൻ കമ്പൈലർ എന്ന് പറയുന്നത്, ഇത് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സ്കോട്ടിഷ് ഹിസ്റ്റോറിയൻ ആയിട്ടുണ്ടായിരുന്ന W ഹണ്ടർ ആയിരുന്നു, വില്യം വിൽസൺ ഹണ്ടർ. 1870 ഇതിന്റെ വർക്ക് ആരംഭിക്കുന്നത്, 1870-കളില്. ദെൻ 1881 ഇതിന്റെ ഫസ്റ്റ് വേർഷൻ നിലവിൽ വരുന്നത്. 1870-കളിൽ ആരംഭിച്ചിട്ട് 1881 ഇതിന്റെ ഫസ്റ്റ് വേർഷൻ നിലവിൽ വരുന്നത്. എക്കണോമിക് ഇൻഫർമേഷൻസ്, സെൻസസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ഇൻസൈറ്റ്സ്, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് ഇതൊക്കെ ഈ ഒരു ഇംപീരിയൽ ഗസറ്റീറിൽ ഇൻക്ലൂഡഡ് ആണ്.
1908 ഇതിന്റെ ഫൈനൽ എഡിറ്റ് വന്നിട്ടുള്ളത്. 26 വോളിയംസ് ആണ് ഇതിന്റെ ഫൈനൽ എഡിഷനിൽ ഉള്ളത്. ഇപ്പോഴും ഇത് ഹിസ്റ്റോറിയൻസും മറ്റേ സ്റ്റുഡൻസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 58ാമത്തെ ചോദ്യം, എ പ്ലേസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് ആൻഷ്യന്റ് റോമൻ കോയിൻസ് ഇൻ കേരള. താഴെ തന്നിട്ടുള്ളവയില് ആൻഷ്യന്റ് റോമൻ എംപയർ കോയിൻസ് കണ്ടെത്തിയിട്ടില്ലാത്ത സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത്. കണ്ടെത്തിയിട്ടില്ലാത്തത്, അതുമായിട്ട് അസോസിയേറ്റഡ് അല്ലാത്തത് ഏത് സ്ഥലമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇയാൾ വല്ലുവല്ലി, പൂഞ്ഞാർ, കോതമംഗലം എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കോതമംഗലം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് കോതമംഗലം ആണ്. അതായത് അവിടെ നിന്നും റോമൻ കോയിൻസിന്റെ എവിഡൻസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇയാൾ, വല്ലുവള്ളി, അതുപോലെ പൂഞ്ഞാർ, ഇവിടെ നിന്നൊക്കെ റോമൻ കോയിൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ റോമൻ കോയിൻസ് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? റോമുമായിട്ട് കേരളത്തിന് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. കേരളത്തിലെ റോമൻ കോയിൻസ് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആണ് ഇയാൾ എന്ന് പറയുന്നത്. 1946 ഒരു 100ഓളം റോമൻ കോയിൻസ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അഗസ്റ്റസ്, ടൈബീരിയസ്, ക്ലോഡിയസ്, നീറോ എന്നീ റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ നിന്നുള്ള കോയിൻസ് ഒക്കെയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യ കാലഘട്ടം, അതായത് ഏർലി CE സെഞ്ചുറീസ് ഉണ്ടല്ലോ, ആ കാലഘട്ടങ്ങളില് ഈ റോമുമായിട്ട് ഇൻഡോ റോമൻ ട്രേഡ് ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുള്ള കോയിൻസ്. 1946 ഇത് അനാവർത്തനം ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സൈറ്റ് ആണ് വല്ലുവള്ളി. ഇത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആൻഷ്യന്റ് പോർട്ട് ആയിട്ടുണ്ടായിരുന്ന മുസിരിസിനടുത്തായിട്ടൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണിത്. ഡിസ്ട്രിക്ട് വരുന്നത് എറണാകുളം ആണെന്ന് തോന്നുന്നു. തൃശ്ശൂരല്ല, എറണാകുളമാണ് ഡിസ്ട്രിക്ട് വരുന്നത്. എന്നിരുന്നാലും തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു പ്ലേസ് ആണ്. ഓക്കെ, റോമൻ കോയിൻസും അതുപോലെ മറ്റ് ആർട്ടിഫാക്റ്റുകളും നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് പൂഞ്ഞാർ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു സൈറ്റ് ആണ്. ഇവിടെ നിന്നും റോമൻ കോയിൻസ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള റോമൻ കോയിൻസ് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ചോദ്യം, വിച്ച് among the following is not an indigenous type of megalithic monuments? താഴെ തന്നിട്ടുള്ളവയില് ഇൻഡിജീനിയസ് ടൈപ്പ് അല്ലാത്ത മെഗാലിത്തിക് മോണുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോക്കട്ട് കേസ്, ഡോൾമെൻസ്, തൊപ്പിക്കല്ല്, കുടക്കല്ല്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ ഇത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡോൾമെൻസ് ആണ്. കേരളത്തിലെ കണ്ടുവന്നിട്ടുള്ള മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത് റോക്കട്ട് കേവ്സ്, കുടക്കല്ല്, തൊപ്പിക്കല്ല്, ഏൺ ബറിൽസ്, അതായത് നന്നങ്ങാടി എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് ഡോൾമെൻസും അതായത് ഡോൾമെൻ എന്ന് പറയുമ്പോൾ മുനിയറ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഈ മുനിയറകളും നമ്മുടെ കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഇൻഡിജീനിയസ് ടൈപ്പ് അല്ല. ഇൻഡിജീനിയസ് ടൈപ്പ് ആയിട്ടുള്ള മോണുമെന്റ്സ് ആണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ. പക്ഷെ ഈ ഡോൾമെന്റ്സ് നമ്മുടെ ഇവിടെ കണ്ടെത്തിയിട്ടില്ല എന്നല്ല കേട്ടോ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇൻഡിജീനിയസ് ടൈപ്പ് അല്ലാത്ത മെഗാലിത്തിക് മോണുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇൻഡിജീനിയസ് ടൈപ്പ് അല്ലാത്തത് ഏതാണ്? ഡോൾമെന്റ്സ്, അതായത് മുനിയറയാണ്. മുനിയറ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോൺ ചേമ്പേഴ്സ് ആണ്. വെർട്ടിക്കലും ഹൊറിസാണ്ടലും ആയിട്ട് ഇങ്ങനെ ചുമര് പോലെ വെക്കും. സ്റ്റോൺസ് വെക്കും, അതിന്റെ മുകളിൽ ഒരു സ്റ്റോണും കൂടി വെക്കും. അങ്ങനെ ഒരു റൂം പോലെ, ഒരു ചേംബർ പോലെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ ഡോൾമെന്റ്സ് അഥവാ മുനിയറ എന്ന് പറയുന്നത്. ഇടുക്കിയിലെ മറയൂര്, അതുപോലെ ചിന്നക്കനാൽ, കുമിളി എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മുനിയറ കേരളത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നല്ല പറഞ്ഞത്, ഇൻഡിജീനിയസ് ടൈപ്പ് അല്ല എന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് കേട്ടോ. കുടക്കല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംബർല സ്റ്റോൺ എന്ന് പറയുന്നത് കൂണിന്റെ ഷേപ്പിലുള്ള ഒന്നാണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മളിത് പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ പിന്നെയും പിക്ചർ ആഡ് ചെയ്യാത്തുള്ളത്. നമ്മുടെ ആ ക്ലാസ് ഒന്ന് പോയി കാണുക എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഇതിനെക്കുറിച്ച് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, ആലപ്പുഴ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നൊക്കെ ഈ കുടക്കല്ലിന്റെ സാമ്പിൾസ് ലഭിച്ചിട്ടുണ്ട്. തൊപ്പിക്കല്ല്, കേപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത്
സൗത്തേൺ കേരള ഭാഗത്ത് നിന്നാണ് മെയിൻലി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ബറിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു അടയാളം എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഒരു കുട പോലത്തെ ഒരു തൊപ്പി പോലത്തെ സ്റ്റോൺ എടുത്ത് ഇറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. അടുത്തത് മെൻഹിർ. മെൻഹിർസ് പാലക്കാട് നിന്നും വയനാട് നിന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. മെൻഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഒരു കല്ല് നാട്ടിയിട്ടുണ്ടായിരിക്കും, അതിനെയാണ് മെൻഹിർ എന്ന് പറയുന്നത്. റോക്കറ്റ് കേവ്സ് ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. റോക്കറ്റ് കേവ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലാറ്ററൈറ്റ് മണ്ണില് അതല്ലെങ്കിൽ പാറയില് ഒക്കെ ഇങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചേംബർ ആണ് ഈ പറയുന്ന റോക്കറ്റ് കേവ്സ്. നമ്മുടെ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ജന്മം കാണം മര്യാദ the deed must be renewed by the Kanakaran to the landlord after a fixed tenure on the land. This custom was known as dash. അപ്പോൾ അതായത് ജന്മം കാണം മര്യാദ അതൊരു അഗ്രിമെന്റ് ആണ്. അത് മസ്റ്റ് ബി റിന്യൂഡ് ബൈ ദ കാണക്കാരൻ ടു ലാൻഡ് ലോഡ് ആഫ്റ്റർ ഫിക്സ്ഡ് ടെന്യൂർ ഓഫ് ലാൻഡ്. അതായത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റിന്യൂ ചെയ്യണം. ഈ ഒരു ജന്മം കാണാൻ മര്യാദ എന്ന് പറയുന്ന അഗ്രിമെന്റ് റിന്യൂ ചെയ്യണം. ഈ കസ്റ്റം അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുറപ്പാട്, വിടുപേർ, പൊളിച്ചെഴുത്ത്, മുപ്പാട്ട കാഴ്ച എന്നിങ്ങനെയാണ്. ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പൊളിച്ചെഴുത്ത് എന്നുള്ളതാണ്. ഓക്കെ, ജന്മം കാണം മര്യാദ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ലാൻഡ് ടെന്യൂർ സിസ്റ്റം ആയിരുന്നു. മെയിൻലി മലബാർ ഏരിയയിൽ, അതായത് നോർത്തേൺ കേരളയിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതില് ജന്മി എന്ന് പറയുന്നത് ലാൻഡിന്റെ ഓണർ ആണ്. അവർക്ക് ലാൻഡിന്റെ പുറത്ത് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഓണർഷിപ്പ് ആണ് ഉള്ളത്. മോസ്റ്റ്ലി നമ്പൂതിരീസ്, നായേഴ്സ് അല്ലെങ്കിൽ ടെമ്പിളിനൊക്കെയാണ് ഇത്തരത്തിൽ ലാൻഡ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. ഇനി കാണക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? ടെനന്റ് ആണ്. ജന്മിയുടെ പക്കൽ നിന്നും ലാൻഡ് ലീസിന് എടുക്കുന്ന ടെനന്റ്, അതായത് കുടിയാനെയാണ് കാണക്കാരൻ എന്ന് പറയുന്നത്. ഈ കാണക്കാരൻ ജന്മിക്ക് കൊടുക്കുന്ന ഒരു ഫിക്സഡ് റെന്റ് ഉണ്ട്, അതിനെ കാണം എന്നാണ് പറയുന്നത്. ഒരു സെർട്ടൺ പീരീഡിലേക്കാണ് ഈ ഒരു അഗ്രിമെന്റ് ഇവർ വെക്കുന്നത്. അതായത് പാട്ടത്തിന് എടുക്കുന്നില്ല, അത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് വെക്കുന്നത്. ആ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കരാറ് പുതുക്കണം. ആ പുതുക്കുന്നതിനെ പൊളിച്ചെഴുത്ത് എന്നാണ് പറയുന്നത്. മറ്റ് ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ വിഡുപേർ എന്ന് പറയുന്നത് ടെനൻസി റൈറ്റ്സ് റിലീസ് ഫ്രം ടെനൻസി റൈറ്റ്സ്, അതാണ് വിഡുപേർ എന്ന് പറയുന്നത്. പുറപ്പാട് എന്ന് പറയുന്നത് റെന്റ് ഓർ പ്രൊഡ്യൂസ് പെയ്ഡ് ബൈ ദ ടെനന്റ്. മുപ്പാട്ട കാഴ്ച എന്ന് പറയുന്നത് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ റിന്യൂവൽ ഒക്കെ ചെയ്യില്ലേ, അപ്പോൾ കൊടുക്കുന്ന ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രിബ്യൂട്ടിനെയാണ് മുപ്പാട്ട കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്